പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2025 നമ്മോട് വിട പറയുന്നു. വിട പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം തന്ന നിരവധിയായ നന്മകൾക്ക് നമുക്ക് നന്ദി പറയാം. എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത എന്തുമാത്രം അത്ഭുതപരമായ സാഹചര്യങ്ങളിലൂടെ അവിടുന്ന് നമ്മളെ നയിച്ചു. തമ്പുരാന് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ ജനുവരി 1 മുതൽ ഈ ഡിസംബർ 31 വരെ നമ്മളെ വഴി നടത്തിയ ദൈവം, ആ കൂട്ടത്തിൽ നമുക്ക് ചില രോഗങ്ങൾ, ചില തകർച്ചകൾ, ചില സങ്കടങ്ങൾ, ചില വേർപാടുകളൊക്കെ വന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. എങ്കിലും നമുക്ക് ഒരുപാട് വേദനയും വിഷമവും ഒക്കെ ഉണ്ടായി. എങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് വീണ്ടും പ്രത്യാശയോടെ ഞാനും നിങ്ങളും മുന്നോട്ട് ജീവിക്കുന്നു. ഇപ്പോൾ ക്രിസ്മസിൻ്റെ വലിയ സന്ദേശം സ്വീകരിച്ചു. അതിനുശേഷം ഈ വർഷാവസാനത്തിലേക്ക് നമ്മൾ കടന്നു. പുതുവർഷ ആരംഭത്തിലേക്ക്, ഒരു വർഷം തീരുമ്പോൾ പുതുവർഷം ആരംഭിക്കുന്നു. 25 അവസാനിക്കുന്നു, 26 തുടങ്ങുന്നു. നമുക്ക് ഈ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് 26 സ്വീകരിക്കാം. കർത്താവിൻ്റെ മുൻപിൽ വിനയമുള്ള വിധേയത്വമുള്ള മക്കളായി ജീവിക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ പുതുവർഷം ഞങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കണമേ. വലിയ സമ്പത്തോ ആരോഗ്യമോ വലിയ പേരോ പ്രശസ്തിയോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ഒരു അടുത്ത പുതുവർഷത്തിൽ ഞങ്ങൾ കൂടുതൽ വിശുദ്ധരായി ജീവിക്കാനുള്ള കൃപ നൽകണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുകൊടുക്കാനും ചേർത്ത് പിടിക്കാനും കഴിയാതെ പോയതിന് പരിഹാരമായി പുതുവർഷത്തിൽ മറ്റുള്ളവരെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നീ നൽകിയിരിക്കുന്ന നീതിബോധം നഷ്ടപ്പെടാതെ ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. തമ്പുരാനെ, ഞങ്ങളുടെ കൂടെയുള്ള മാതാപിതാക്കൾ, കൂടപ്പിറപ്പുകൾ, ജീവിത പങ്കാളി, കുഞ്ഞുമക്കളൊക്കെ ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ട്. മക്കളോട് ചേർന്ന് ജീവിത പങ്കാളിയോട് ചേർന്ന് ഞങ്ങൾ ജീവിക്കട്ടെ. സ്വസ്ഥതയും സമാധാനവുമുള്ളൊരു ജീവിതം ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. പ്രശ്നങ്ങളും വേദനകളും ഉണ്ടാകുമ്പോഴും ഒരിക്കലും നിരാശപ്പെട്ട് ഒരു നാശത്തിൻ്റെ വഴിയിലേക്ക്, ഒരു നിരാശയുടെ വഴിയിലേക്ക് പോകാതെ, ഇതും എൻ്റെ ദൈവം അറിയുന്നു, പുതിയ വേദനകൾ അവൻ എനിക്ക് അനുവദിച്ചിരിക്കുന്നു, അത് അതിജീവിക്കാനുള്ള കൃപയും അവിടുന്ന് നൽകുമെന്ന വലിയ പ്രത്യാശയിൽ ജീവിക്കുവാൻ സാധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും ലോകത്തിന്ന് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും ഒരു നല്ല പുതുവർഷം ആശംസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പുതുവർഷത്തിൽ എവിടെയെല്ലാം പോകും, ആരെയെല്ലാം കാണും, എങ്ങനെയെല്ലാം ആയിരിക്കും, നമ്മുടെ ബുദ്ധി എങ്ങനെയായിരിക്കും, ഭാവന എങ്ങനെയായിരിക്കും, ചിന്ത എങ്ങനെയായിരിക്കും, കാഴ്ചയും കാഴ്ചപ്പാടുകളും എങ്ങനെയായിരിക്കും. അപ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ പോയാലും ദൈവഭയത്തോടെ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ജീവിതം ഞാൻ ഓരോ വർഷവും ദൈവം തരുന്ന ഓരോ നല്ല സാഹചര്യങ്ങളും ഒത്തിരി സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ചേർന്ന് നിന്നവർ, സഹായിച്ചവർ, സാമ്പത്തികമായിട്ട് സഹായിച്ചവർ, നല്ല വാക്ക് തന്ന് സഹായിച്ചവർ, വളർത്തിയവർ, പ്രത്യാശയോടെ സങ്കടത്തിൻ്റെ സമയങ്ങളിൽ ആശ്വാസത്തിനായി കൂടെ നിന്നവർ, ചേർത്ത് പിടിച്ചവരെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിരാശയില്ലാതെ ജീവിച്ച് പ്രത്യാശയോടെ ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷം മരിച്ചുപോയ ഓരോരുത്തരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വരും കാലങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞി പൈതങ്ങളെ ഈ ലോകത്തിന് ദൈവം നൽകുന്ന ദൈവം ലോകത്തെ മറന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് ഓരോ മനുഷ്യ കുഞ്ഞിൻ്റെ ജന്മങ്ങളും. നന്ദി പറയാം. അതുപോലെ തന്നെ ലോകം വലിയൊരു സമാധാനത്തിലൂടെ കടന്നു പോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. നിരന്തരം പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ലോകത്തുള്ള ഞങ്ങളെപ്പോലെ തന്നെ ജനിച്ച് ജീവിച്ച് വളരുന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യുദ്ധമുണ്ടാകുന്ന ഓരോ രാജ്യങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് യുദ്ധത്തിന് അവസാനം കൊടുക്കണമേ. പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ഓരോ മക്കളെയും സഹായിക്കുവാൻ സമ്പന്നരായ മക്കൾക്ക് നല്ല മനസ്സ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമപ്പെട്ട മക്കൾക്ക് വിടുതലിൻ്റെ ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയുള്ള മക്കൾക്ക് അതിൽ നിന്ന് വലിയൊരു മോചനം കിട്ടി സ്വസ്ഥതയിൽ ജീവിക്കുന്ന ഒരു പുതുവർഷം ആശംസിക്കുന്നു. ആരോഗ്യം കുറഞ്ഞ് രോഗികളായി കഴിയുന്ന മക്കൾക്ക് വലിയ സൗഖ്യവും പ്രത്യാശയും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ബന്ധം തകർന്നിരിക്കുന്ന ഓരോ മക്കളുടെയും ബന്ധങ്ങൾ നേരെയായി പുതുവർഷത്തിലെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവിതം ജീവിക്കുവാനുള്ള വലിയ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതികൾ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആ ദമ്പതികൾക്ക് പുതുവർഷത്തിലെ കുഞ്ഞുമക്കളെ ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വഴിവിട്ട പോക്ക് കണ്ട് കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര്
തുടയ്ക്കുകയും അതുപോലെ ആ മക്കൾക്ക് നല്ല ബോധത്തോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നഷ്ടപ്പെട്ടവർക്ക് ആരോഗ്യം ലഭിക്കുവാൻ, സ്വർഗം നഷ്ടപ്പെട്ടവർക്ക് സ്വർഗത്തിൻ്റെതല്ലാത്ത വഴികളിൽ നിന്ന് ദൈവത്തിൻ്റെ വഴിയിലേക്ക് മാറി ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ വഴിയിലേക്ക്, സ്വർഗം നഷ്ടപ്പെടുമെന്ന വിചാരത്തോടെ ഭയത്തിൽ കഴിയുന്ന മക്കൾക്ക് ദൈവിക പ്രത്യാശ കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ട്, പുത്രനായ ദൈവം നൽകുന്ന രക്ഷയെ സ്വീകരിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവ് നൽകുന്ന നിറഞ്ഞ സ്നേഹത്തെയും ശക്തിയെയും സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് കുഞ്ഞുമോൻ പുന്നപ്പുറ. ഞാനിപ്പോൾ ഖത്തറിൽ നിന്നാണ് ഇത് റെക്കോർഡ് ചെയ്ത് വിടുന്നത്. ആമേൻ.